ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 നടക്കാൻ പോകുന്ന UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് എങ്ങനെയാണ് വായിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ ഓഥർ ആരാണ്? M. ലക്ഷ്മികാന്ത് ആണല്ലേ. M. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിന്റെ 7th എഡിഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ഏതാണ്? 7th എഡിഷൻ ആണ്. ആ ഒരു ടെക്സ്റ്റ് ആണ് നമ്മൾ വായിക്കേണ്ടത്. 6th എഡിഷനിൽ നിന്നും 7th എഡിഷനിലേക്ക് വരുമ്പോൾ എത്ര ചാപ്റ്റേഴ്സ്? 12 ചാപ്റ്റേഴ്സ് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടുണ്ട്. 6th എഡിഷനിലെ 80 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 7th എഡിഷനിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? 92 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇത് പഠിച്ചാൽ മാത്രം പോരാ, എന്തുകൂടി ചെയ്ത് നോക്കണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നമ്മൾ നോക്കിയിട്ട് പോകണം. ഇനി ഈ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡു നോട്ട് റീഡ് ദ ബുക്ക് ആസ് പെർ ദ ചാപ്റ്റേഴ്സ്, അതായത് ആ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ നമ്പർ ഉണ്ടല്ലോ, ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, അതിലല്ല നമ്മൾ ടെക്സ്റ്റ് വായിക്കേണ്ടത്. പകരം എന്ത് ചെയ്യുക? ഡിവൈഡ് ദ ചാപ്റ്റേഴ്സിന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യണം. റീഡ് ദ ബുക്ക് സെക്ഷൻ വൈസ്. എന്ത് ചെയ്യുക? ഈ ഒരു ബുക്ക് വായിക്കേണ്ടത് ഓരോ സെക്ഷൻ വൈസ് ആണ് നമ്മൾ ഈ ഒരു ബുക്ക് വായിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഏത് ചാപ്റ്റർ പഠിക്കുക? പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുക. അതിനുശേഷം വൈസ് പ്രസിഡന്റ്, പിന്നെന്താണ്? ഗവർണർ, അതിനുശേഷം എമർജൻസി പ്രൊവിഷൻസ്, പിന്നെന്താണ്? പ്രൈം മിനിസ്റ്റർ, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റർ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് പഠിക്കേണ്ടത്. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, എമർജൻസി പ്രൊവിഷൻസ്, ഇതൊക്കെ എന്താണ്? ഏകദേശം റിലേറ്റ് ചെയ്യപ്പെട്ട കിടക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ 4 ചാപ്റ്റേഴ്സും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? ആദ്യത്തെ സെക്ഷൻ ഈ 4 ചാപ്റ്റേഴ്സ് പഠിക്കുക. കൂടാതെ എന്ത് പഠിക്കുക? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുക. പ്രൈം മിനിസ്റ്റർ എവിടെയുള്ള ആളാണ്? സെന്ററിലുള്ള ആളാണ്. പിന്നെ എന്ത് പഠിക്കുക? സെന്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുക. അപ്പൊ പ്രൈം മിനിസ്റ്റർ പഠിക്കുക, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇത് എന്ത് ചെയ്യാം? ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ചീഫ് മിനിസ്റ്റർ പഠിക്കുക, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കുക. ഈ 2 ചാപ്റ്റേഴ്സും റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ പ്രൈം മിനിസ്റ്ററിന്റെയും ചീഫ് മിനിസ്റ്ററിന്റെയും കേസിൽ എന്താണ്? പ്രൈം മിനിസ്റ്റർ സെൻട്രലിലുള്ള ആളാണ്, ചീഫ് മിനിസ്റ്റർ എവിടെയാണ്? സ്റ്റേറ്റിലുള്ള ആളാണ്. ഈ പ്രൈം മിനിസ്റ്ററിന്റെയും ചീഫ് മിനിസ്റ്ററിന്റെയും ഫംഗ്ഷൻസ് ഒക്കെ ഏകദേശം എന്തായിരിക്കും? സെയിം ആയിരിക്കും. പവേഴ്സും ഫംഗ്ഷൻസും ഏകദേശം സെയിം ആയിരിക്കും. സോ എന്ത് ചെയ്യുക? ഈ ഒരു സെക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ പഠിക്കുമ്പോൾ എന്താണ്? നമ്മൾ മറന്നു പോകില്ല. പകരം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ പഠിക്കാനാണെങ്കിൽ 92 ചാപ്റ്റേഴ്സ് ഉണ്ട്. 92 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതെന്താണ്? ചില ടോപ്പിക്സ് ഒക്കെ മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? ഇങ്ങനെ പരസ്പരം ഓരോ ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്ത് ഓരോ സെക്ഷൻസ് ആക്കിയിട്ട് അങ്ങനെ പഠിക്കുമ്പോൾ എന്താവില്ല? നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതിലെ കണ്ടന്റ് മറന്ന് പോകത്തില്ല. ഇനി അടുത്തത് എന്താണ് പഠിക്കേണ്ടതെന്ന് പറയാം. പാർലമെന്ററി സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം, സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്, CAG ഓഫ് ഇന്ത്യ, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ക്യാബിനറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ എന്താണ്? പരസ്പരം റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതിനുശേഷം ആദ്യത്തെ സെക്ഷൻ നമ്മൾ എന്ത് പഠിച്ചു? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, ചീഫ് മിനിസ്റ്റർ, പിന്നെന്താണ്? പ്രൈം മിനിസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ സെക്ഷൻ എന്ത് പഠിക്കുന്നു? പാർലമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പാർലമെന്ററി സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം, സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്, പിന്നെന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ക്യാബിനറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. എന്താണ്? ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും എന്താണ്? നമുക്ക് പരസ്പരം, അത് ഞാൻ പറഞ്ഞു തന്നില്ലേ, അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അങ്ങനെ പഠിക്കുമ്പോൾ എന്താണ്? മറന്നു പോകത്തില്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് പഠിക്കേണ്ടത്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ട്രൈബ്യൂണൽസ്, സബോർഡിനേറ്റ് കോർട്ട്, ലോക്പാൽ ആൻഡ് ലോകായുക്താസ്, ഇലക്ഷൻ കമ്മീഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഒരുമിച്ച് പഠിക്കുക. ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് പഠിക്കണം? ആന്റി ഡിഫെക്ഷൻ ലോയും കൂടെ, അതായത് കൂറുമാറ്റ നിരോധന നിയമം. പക്ഷെ ടെക്സ്റ്റിൽ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ് കൊടുത്തേക്കുന്നതാണ് ആന്റി ഡിഫെക്ഷൻ ലോ, അല്ല. വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ എന്ത് ചെയ്യുക? ഈ ഒരു ഓർഡറിൽ നമ്മൾ തന്നെ ഏകദേശം പരസ്പരം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക? പരസ്പരം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ട്രൈബ്യൂണൽസ്, സബോർഡിനേറ്റ് കോർട്സ്, ലോക്പാൽ ആൻഡ് ലോകായുക്താസ്, ഇലക്ഷൻ കമ്മീഷൻ, ആന്റി ഡിഫെക്ഷൻ ലോ.
അടുത്ത സെക്ഷൻ, മൂന്നാമത്തെ സെക്ഷൻ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇതിങ്ങനെ ഞാൻ പറയുന്ന ഒന്നാമത്തെ സെക്ഷൻ ഇത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആ ഒരു ചാപ്റ്റർ പഠിച്ചു, പിന്നെ പാർലമെന്റ് അങ്ങനെ പഠിക്കണമെന്നില്ല. പകരം എന്ത് ചെയ്യുക, സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ആദ്യം പഠിക്കാൻ ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് അത് പഠിക്കുക. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിരിക്കും. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കേസിൽ തന്നെ എന്താണ്, അവിടെ നമുക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതുപോലെ എന്താണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത് രണ്ടും എന്താണ്, ഇതിലെ ഫങ്ഷൻസും അല്ലെങ്കിൽ എന്താ കുറെ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഫംഗ്ഷൻസും പവേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. കുറച്ച് ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. അത് പരസ്പരം റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ആ ഒരു സെയിം ടോപ്പിക്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ എന്താണ് സ്റ്റേറ്റ് ഒ ബി സി കമ്മീഷൻ ഉണ്ട്, SC/ST കമ്മീഷൻ ഉണ്ട്, പിന്നെന്താണ് SC കമ്മീഷൻ ഉണ്ട്, ST കമ്മീഷൻ ഉണ്ട്, അതുപോലെ എന്താണ് OBCക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ കമ്മീഷൻ ഉണ്ട്. ഇത് മൂന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും. അതെന്താണ് ഫംഗ്ഷൻസും പവേഴ്സും എല്ലാം ഏകദേശം സെയിം ആയിരിക്കും. STക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ളത് എന്തായിരിക്കും, അതിന്റെ ഫംഗ്ഷൻസും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. കുറച്ച് വ്യത്യാസം, ജസ്റ്റ് ആ നെയിമിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. സോ എന്ത് ചെയ്യുക, ഇതെല്ലാം പരസ്പരം റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതങ്ങനെ പഠിച്ച് പോവുക. അതിനു പകരം ആദ്യത്തെ ചാപ്റ്റർ, പിന്നെ രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തെ അങ്ങനെ പഠിക്കാൻ പോയാൽ നമുക്ക് പല ടോപ്പിക്കും നമ്മൾ മറന്നുപോകും. റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ എന്താവും, മറന്നു പോകത്തില്ല, കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. അതുപോലെ ആ ഒരു നമ്മുടെ ബുക്കിന്റെ ആ ഒരു ഫസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. ആദ്യം എന്ത് പഠിക്കാം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാം, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാനായിട്ട് പറ്റും. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ ഇതാണ് DPSP, ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സിനെയും സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ച് പരസ്പരം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ചാപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക, സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അല്ലാതെ ആ ഒരു ഓർഡറിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ അങ്ങനെ പഠിച്ചു പോകണ്ട. പകരം എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് സെക്ഷൻ വൈസ് ആണ് ഈ ഒരു ബുക്കിനെ വായിക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നോട്ട്സ് അവൈലബിൾ ആണ്. UPSC CSCക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. CSATന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം പൊളിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് പഠിക്കുക, ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് പഠിക്കുക. നമ്മൾ അതിന്റെ തന്നെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതും 7th എഡിഷൻ തന്നെ വാങ്ങുക. ഇതിന് മുന്നേ ഉള്ള 5th എഡിഷനോ 6th എഡിഷനോ അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ വാങ്ങാതിരിക്കുക. അതിൽ ഒത്തിരി ചാപ്റ്റേഴ്സ് കുറവ് വരും. ഓക്കെ, 7th എഡിഷനിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, 92 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. താങ്ക് യു.